സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളുടെ ഒരു ക്വിക്ക് റിവിഷനാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായിട്ട് ബന്ധപ്പെട്ട ഉന്നതതല സമിതി ഏതാണ്? ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായിട്ട് ബന്ധപ്പെട്ട ഉന്നതതല സമിതി പ്രവര പരിഷത്താണ്. പ്രവര പരിഷത്ത്. പ്രവര പരിഷത്തിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? പ്രവര പരിഷത്തിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ചെമ്മീൻ സിനിമയിലെ പ്രശസ്തമായ മാനസമൈനേ വരൂ എന്ന ഗാനം ആലപിച്ചത് ആരാണ്? ചെമ്മീൻ സിനിമയിലെ പ്രശസ്തമായ മാനസമൈനേ വരൂ എന്ന ഗാനം ആലപിച്ചത് മന്നാടെയാണ്. മന്നാടെ. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള പരുത്തിയാണ്. പരുത്തി. ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി 96 ഭരണഘടനാ ഭേദഗതിയാണ്. 96. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഏതാണ്? വ്യക്തമായിട്ട് വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഇൻഫ്രാറെഡ് കിരണങ്ങളാണ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ. കൊറിങ്ക വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? കൊറിങ്ക വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. റിൻഡർപസ്റ്റ് കന്നുകാലി പ്ലേഗ് എന്ന രോഗത്തിന് കാരണം. റിൻഡർപസ്റ്റ് അല്ലെങ്കിൽ കന്നുകാലി പ്ലേഗ് എന്ന രോഗത്തിന് കാരണം വൈറസ് ആണ്. വൈറസ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഏത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമാണ്. വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. നവോത്ഥാനത്തിന്റെ ഹൃദയവും ആത്മാവും എന്ന് അറിയപ്പെടുന്നത്. നവോത്ഥാനത്തിന്റെ ഹൃദയവും ആത്മാവും എന്ന് അറിയപ്പെടുന്നത് മാനവികതാവാദമാണ്. മാനവികതാവാദമാണ് നവോത്ഥാനത്തിന്റെ ഹൃദയവും ആത്മാവും എന്ന് അറിയപ്പെടുന്നത്. ചർക്ക തിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ആരാണ്? ചർക്ക തിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ മാർഗ്രറ്റ് ബുർക്കെ വൈറ്റ് ആണ്. മാർഗ്രറ്റ് ബുർക്കെ വൈറ്റ്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഏത്? രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ. ഹീമോസൈറ്റോമീറ്റർ. 1879 സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു? 1879 സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. ദ ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചതാരാണ്? സുരേന്ദ്രനാഥ് ബാനർജി. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത്. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം TK പത്മിനിയാണ്. TK പത്മിനി. മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. മലമ്പുഴ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ടാഗോർ ആണ്. ടാഗോർ. അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആര്? അടിലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. പൊയ്കയിൽ കുമാരഗുരുദേവൻ. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം. പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ഗട്ടേഷൻ. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി. പ്രപഞ്ചം മുഴുവൻ എൻ്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള.
ശ്രീ ഭട്ടാരകൻ എന്നും അറിയപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ്? ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ലോക പോളിയോ ദിനം എന്നാണ്? ലോക പോളിയോ ദിനം ഒക്ടോബർ 24. വൈദ്യുതിയുടെ വാണിജ്യ ഏകകം കിലോവാട്ട് അവർ ആണ്. ലോക മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ദ്രവ ഓക്സിജന്റെ നിറം ഇളം നീല. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടായ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം? 1964. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ട വർഷം? 1998. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. അന്താരാഷ്ട്ര പ്രകാശ ദിനം എന്നാണ്? അന്താരാഷ്ട്ര പ്രകാശ ദിനമായിട്ട് ആചരിക്കുന്നത് മെയ് 16 അന്താരാഷ്ട്ര പ്രകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസി. ഇന്ത്യൻ തീവ്ര ദേശീയതയുടെ പിതാമഹൻ എന്ന് അറിയപ്പെടുന്നത്? അരവിന്ദ ഘോഷ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം? ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തത് 1976. ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി മയിലിനെ തീരുമാനിച്ച വർഷം ഏതാണ്? 1963. കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കാൻ അവകാശമുള്ള ഏക കഥാപാത്രം വിദൂഷകനാണ്. സർക്കസ് കൂടാരങ്ങളിലെ മനുഷ്യജീവിതം പ്രമേയമായ എം.ടി. വാസുദേവൻ നായരുടെ ചെറുകഥ? ചെറുകഥയാണ് വളർത്തുമൃഗങ്ങൾ. ഒരു നവജാത ശിശുവിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഭാരം എത്രയാണ്? 350 ഗ്രാം മുതൽ 400 ഗ്രാം വരെയാണ്. ഒരു നവജാത ശിശുവിൻ്റെ മസ്തിഷ്ക ഭാരം 350 ഗ്രാം മുതൽ 400 ഗ്രാം. ജീവന്റെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ജീനുകളാണ്. ഏറ്റവും ചൂട് കൂടിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ് ഏറ്റവും ചൂട് കൂടിയ സമുദ്രം. ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ദർപ്പണം കോൺകേവ് മിററാണ് ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. ആധ്യാത്മയുദ്ധം എന്ന കൃതി ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ്റേതാണ്. ഏത് സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്? പ്രസിദ്ധീകരണത്തിൻ്റെ പേര് ഉണ്ണി നമ്പൂതിരി പുറത്തിറക്കിയ സംഘടന യോഗക്ഷേമ സഭയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായിട്ട് എത്തിയത് ആരാണ്? നിരീക്ഷകനായിട്ട് എത്തിയത് വിനോബ ഭാവെ. അതിർത്തി പ്രവിശ്യയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്?
ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ്. ആധുനിക കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്ന് അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമിയാണ്. വൈകുണ്ഠസ്വാമി. ജാതിക്കുമ്മി രചിച്ചത്. ജാതിക്കുമ്മി എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു? വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 603 ദിവസമാണ്. 603 ദിവസം. പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന ക്രിസ്തുമത സംഘടന സ്ഥാപിച്ചത് ഏതു വർഷമാണ്? പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ PRDS എന്ന ക്രിസ്തുമത സംഘടന സ്ഥാപിച്ചത് 1909 1909. വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? വജ്രം ഏതിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ്? കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് വജ്രം. ആദ്യ ഭാഷ രചിച്ചത്. ആദ്യ ഭാഷ എന്ന കൃതി ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ജനനം ഏത് വർഷമാണ്? ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം AD 1853 AD 1853. കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ആരാണ്? കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു. എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് ആരാണ്? എൻ്റെ പത്രാധിപരില്ലാതെ എനിക്കെന്തിന് പത്രവും അച്ചടിശാലയും എന്ന് പ്രസ്താവിച്ചത് വക്കം മൗലവിയാണ്. വക്കം മൗലവി. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ. വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തമെന്ന് പരിഹസിച്ചത് ആരാണ്? വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരനിമിത്തം എന്ന് പരിഹസിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി. വക്കം മൗലവിയുടെ അറബി മലയാളം മാഗസിൻ. വക്കം മൗലവിയുടെ അറബി മലയാളം മാഗസിനാണ് അൽ ഇസ്ലാം. മാഗസിൻ്റെ പേര് അൽ ഇസ്ലാം. ആരുടേതാണ്? വക്കം മൗലവി. കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യഘട്ടം. കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യഘട്ടം പീറ്റാണ്. പീറ്റ്. പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത്. പാരഫിൻ ഓയിൽ എന്നറിയപ്പെടുന്നത് മണ്ണെണ്ണയാണ്. മണ്ണെണ്ണ. LPGയുടെ പൂർണ്ണരൂപം. LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. LPGയുടെ പൂർണ്ണരൂപം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര. ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിൻ. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു ഏതാണ്? പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തുവാണ് എഥൈൽ മെർക്യാപ്റ്റൻ. എഥൈൽ മെർക്യാപ്റ്റൻ. തെരഞ്ഞെടുപ്പ് ദിവസം സാധാരണ രീതിയിൽ പോളിംഗ് ആരംഭിക്കേണ്ട സമയം. തെരഞ്ഞെടുപ്പ് ദിവസം സാധാരണ രീതിയിൽ പോളിംഗ് ആരംഭിക്കേണ്ടത് രാവിലെ 7 മണിക്കാണ്. രാവിലെ 7 മണി. ത്രിവേണി സംഗമം എവിടെയാണ്? ത്രിവേണി സംഗമം അലഹബാദാണ്. അലഹബാദ് പ്രയാഗ്രാജിലാണ് ത്രിവേണി സംഗമം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ജോലി ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ. സ്വർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത്. സ്വർഗീയ ധാന്യം.
ഏലമാണ്. സ്വർഗീയ ധാന്യം എന്നറിയപ്പെടുന്നത് ഏലം. തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളി ഏതാണ്? തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളി എക്സോസ്ഫിയർ ആണ്. തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ. 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? 90-ാം ആണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം? വൈഫൈ. വയർലെസ് ഫിഡലിറ്റി. വയർലെസ് ഫിഡലിറ്റി എന്നതാണ് വൈഫൈ എന്നതിൻ്റെ പൂർണ്ണരൂപം. ശൈവ പ്രകാശ സഭ സ്ഥാപിക്കാൻ തൈക്കാട് അയ്യയെ സഹായിച്ചത് ആരാണ്? ശൈവ പ്രകാശ സഭ സ്ഥാപിക്കാൻ തൈക്കാട് അയ്യയെ സഹായിച്ചത് മനോന്മണീയം സുന്ദരൻ പിള്ളയാണ്. മനോന്മണീയം സുന്ദരപിള്ളയാണ് ശൈവ പ്രകാശ സഭ സ്ഥാപിക്കാൻ തൈക്കാട് അയ്യയെ സഹായിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ മുനിസിപ്പാലിറ്റി മലപ്പുറമാണ്. മലപ്പുറം. ദി ഗോസ്പൽ ഓഫ് ബുദ്ധ എന്ന കൃതിയെ അടിസ്ഥാനമാക്കി കുമാരനാശൻ നടത്തിയ രചന? ദി ഗോസ്പൽ ഓഫ് ബുദ്ധ എന്ന കൃതിയെ അടിസ്ഥാനമാക്കി കുമാരനാശൻ നടത്തിയ രചനയാണ് കരുണ. ഹോപ്പ്മാൻ കപ്പ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോപ്പ്മാൻ കപ്പ് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ടെന്നീസ്. ഹോപ്പ്മാൻ കപ്പ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ടെന്നീസ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് സ്വാമി വിവേകാനന്ദൻ വിലയിരുത്തിയ ചട്ടമ്പി സ്വാമികളുടെ രചന ഏതാണ്? തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ വിലയിരുത്തിയ ചട്ടമ്പി സ്വാമികളുടെ രചനയാണ് വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികളുടെ രചനയാണ്. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയുടെ പേര്? നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയുടെ പേരാണ് സർചാർജ്. സർചാർജ്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡാണ്. കാസർഗോഡ്. പട്ടാണി മക്കൾ കക്ഷി ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? പട്ടാണി മക്കൾ കക്ഷി തമിഴ്നാട്ടിലേതാണ്. തമിഴ്നാട്. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഭൂപടങ്ങളിലെ മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ്. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? കൃഷിയിടങ്ങൾ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആചരിക്കുന്ന ദിവസം? ഇന്ത്യയിൽ ഭരണഘടനാ ദിനം ആചരിക്കുന്നത് നവംബർ 26 ഭരണഘടന അംഗീകരിച്ച ദിവസമായ നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം. നവംബർ 26. ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്ന അന്നനാളത്തിന്റെ പ്രത്യേകതരം സങ്കോച വികാസത്തിന്റെ പേര്? ആഹാരത്തെ ആമാശയത്തിലെത്തിക്കുന്ന അന്നനാളത്തിന്റെ പ്രത്യേകതരം സങ്കോച വികാസത്തിന്റെ പേരാണ് പെരിസ്റ്റാൾസിസ്. പെരിസ്റ്റാൾസിസ്. ഉരുക്കു വനിത എന്നറിയപ്പെട്ടത്? ഉരുക്കു വനിത മാർഗ്രറ്റ് താച്ചർ. മാർഗ്രറ്റ് താച്ചറാണ് ഉരുക്കു വനിത എന്ന് അറിയപ്പെട്ടത്. ദണ്ഡി യാത്രയിൽ സന്നദ്ധ ഭടന്മാർക്ക് ആവേശം പകർന്ന ഗാനം ഏതാണ്? ദണ്ഡി യാത്രയിൽ സന്നദ്ധ ഭടന്മാർക്ക് ആവേശം പകർന്ന ഗാനമാണ് രഘുപതി രാഘവ രാജാറാം എന്നത്. രഘുപതി രാഘവ രാജാറാം. മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ? മറിഞ്ഞു വീണ ചെടിച്ചട്ടിയിലെ ചെടി മുകളിലേക്ക് വളരുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോണാണ് ഓക്സിനുകൾ. ഓക്സിനുകൾ. പഴയ കാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്ന ഭാഷ? പഴയ കാലത്ത് മാപ്പിളപ്പാട്ടുകൾ രചിക്കാൻ ഉപയോഗിച്ചിരുന്നത് അറബി മലയാളമാണ്. അറബി മലയാളം. എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് 15 മുതൽ 60 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. 15 മുതൽ 60 കിലോമീറ്റർ വരെ. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ച ദണ്ഡി കടപ്പുറം ഏത് ജില്ലയിലാണ്? ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ച ദണ്ഡി കടപ്പുറം സ്ഥിതി ചെയ്യുന്ന ജില്ല നവ്സാരിയാണ്. നവ്സാരി ജില്ല. വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം വെള്ളിയാണ്. വെള്ളി. ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം? ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന പ്രവർത്തനം ഓക്സീകരണമാണ്. ഓക്സീകരണം.
വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതി ഏതാണ്? വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ. വയനാട്ടിലെ ആദ്യത്തെ ജലസേചന പദ്ധതി കാരാപ്പുഴ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകൻ PN പണിക്കറാണ്. PN പണിക്കർ. ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ്. ഗവർണർ. കോഴിക്കോട് സ്ഥാപിതമായ മഹിളാ ദേശസേവിക സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. കോഴിക്കോട് സ്ഥാപിതമായ മഹിളാ ദേശസേവിക സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് മാർഗ്രറ്റ് പാവമണിയാണ്. മാർഗ്രറ്റ് പാവമണി. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം വന്ന തീയതി, നിലവിൽ വന്ന തീയതി. ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്ന തീയതി 2013 സെപ്റ്റംബർ 12-നാണ്. 2013 സെപ്റ്റംബർ 12. ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയിൽ പതാക സംബന്ധിച്ച സമിതിയുടെ തലവൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മലബാറിനെ പ്രതിനിധാനം ചെയ്ത വനിതകൾ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലബാറിനെ പ്രതിനിധാനം ചെയ്തത് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനുമാണ്. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത്? ഏത് കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി വിധിച്ചത്? ബെരുബാറി കേസിലാണ്. ബെരുബാറി കേസ്. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്. ആണവോർജം യൂണിയൻ ലിസ്റ്റിലാണ് പെടുന്നത്. യൂണിയൻ ലിസ്റ്റ്. അവസാനത്തെ ചോദ്യമാണ്, കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന കൃതി രചിച്ചത് ആരാണ്? കേരളം ഇന്നലെ ഇന്ന് നാളെ. EMS ആണ്. EMS. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.